കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ നിയന്ത്രണങ്ങളുടെ നടുവിലും നിങ്ങൾ ഇത്രയും പേർ ആരാധനയ്ക്കായി കടന്നു വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചനാധ്യാനത്തിനായി വിശുദ്ധ ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18 to 25. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കിടുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ഈ രാവിലെയുള്ള ധ്യാനത്തിൻ്റെ തലക്കെട്ട് വെൻ ക്രിസ്മസ് ചേഞ്ചസ് യുവർ പ്ലാൻസ്. വെൻ ക്രിസ്മസ് ചേഞ്ചസ് യുവർ പ്ലാൻ. ക്രിസ്മസ് നമ്മളുടെ പദ്ധതികളെ മാറ്റിമറിക്കുമ്പോൾ പ്രാർത്ഥിക്കും. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വിലയേറിയ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിൽപ്പാൻ ബലഹീനനായ അടിയനെ ശക്തീകരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്കൊരു അവസരം കൂടെ തരുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ബലഹീനനായ അടിയനെ ശക്തീകരിക്കണമേ. നിന്റെ ജനത്തെ ഏകാഗ്രതയിൽ ഇരുത്തണമേ. വചനത്തിൻ്റെ ആഴം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു മശിഹ മൂലം താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഏറെ ദർശനങ്ങൾ, ഏറെ ഇൻസൈറ്റ്സ് നമുക്ക് പകർന്നു തരുന്ന ഒരു വേദഭാഗമാണ്. ക്രിസ്തുമസിൻ്റെ ആഹ്ലാദ തിരകൾക്കും മറിയയുടെ അത്ഭുത വ്യക്തി പ്രഭാവത്തിനും മുൻപിൽ നിശബ്ദമായ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് യോസഫ്. ബട്ട് വിതൗട്ട് ജോസഫ് there is no Christmas story. നിശബ്ദനായ ഒരു കഥാപാത്രമാണ് ജോസഫ് വേദപുസ്തകത്തിൽ. ഒരു വാക്കുപോലും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ക്രിസ്തുമസ് സംഭവം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജോസഫ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ക്രിസ്മസ് ഉണ്ടാവുകയില്ലായിരുന്നു. വിതൗട്ട് ജോസഫ് there is no Christmas. എന്തുകൊണ്ടാണ് ജോസഫ് ദൈവപുത്രൻ്റെ പിതാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? ചില ധ്യാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കിടാം. ജോസഫ് മീൻസ് ഗോഡ് വിൽ ഇൻക്രീസ് ഓർ ആഡ്. ദൈവം, യഹോവ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഗോഡ് വിൽ ഇൻക്രീസ് ഓർ ആഡ്. Joseph is often the person who is subtracted from the Christmas story. We are familiar with Mary, the shepherds, and of course the wise men. But Joseph is kept hidden, almost out of sight and definitely out of mind. Joseph is hardly mentioned in the Christmas narratives of the Bible. Yet Joseph plays a very important role in the story of Christmas. ജോസഫ് വലിയ പ്രാധാന്യമുള്ള ഒരു ക്രിസ്മസ് കഥാപാത്രമല്ല, മറിച്ച് വളരെയധികം ഒഴിവാക്കപ്പെട്ട, വിസ്മരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. എന്നാൽ ജോസഫ് വാസ് chosen for a special task that not just anyone could do. എന്നാൽ ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
ഒരു പ്രത്യേക ചുമതല, ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ്. അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കർത്തവ്യമല്ല എന്ന് നമുക്ക് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും. നോട്ട് എവ്രി വൺ കുഡ് റേസ് എ സൺ ദാറ്റ് വാസ് നോട്ട് ഹിസ് ഓൺ ആൻഡ് കൺസീവ്ഡ് അണ്ടർ സച്ച് അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസ്. വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഉരുവാക്കപ്പെട്ട ഒരു പൈതലിൻ്റെ, അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത ഒരു പൈതലിൻ്റെ പിതാവാകുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് എല്ലാ പുരുഷന്മാരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നോട്ട് എവ്രി വൺ could bear the looks from the people in town who certainly talked about Joseph and Mary's situation. ജോസഫിനെ കുറിച്ചും മറിയയെക്കുറിച്ചും പട്ടണത്തിലും ചുറ്റുപാടുമുള്ള ആളുകൾ പറയുന്ന അപവാദങ്ങൾ കേൾക്കുവാൻ ജോസഫിനെ പോലെ മനസ്സ് ഉള്ള വേറൊരു പുരുഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. നോട്ട് എവ്രി വൺ കുഡ് സേ യെസ് ടു സംതിങ് that made absolutely no earthly sense. ഭൗമികമായി ഈ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു സെൻസും ഉണ്ടാക്കാത്ത, ഒട്ടും സെൻസിബിൾ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ജോസഫിന് പകരം വയ്ക്കാൻ വേറെ ആളില്ല. Not everyone could deal with the tragedy of making plans and then seeing those plans completely change. പദ്ധതികൾ ജീവിതത്തിൽ മെനയുകയും പദ്ധതികൾ മുഴുവനും തകർന്നു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുവാൻ ജോസഫിനെ പോലെ വേറെ ആർക്കാണ് സാധിക്കുന്നത്? ബട്ട് ജോസഫ് ഡിഡ്. എന്നാൽ ജോസഫ് ഇതെല്ലാം ചെയ്തു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Although he didn't fully understand what God was doing, he trusted the Lord in the darkness, knowing God would bring him into the light. ദൈവം ചെയ്യുന്നതെല്ലാം മനസ്സിലായില്ലെങ്കിലും, ദൈവം ചെയ്ത പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടാണ് സമ്മാനിച്ചതെങ്കിലും, ഈ ഇരുട്ടിലൂടെ ദൈവം അവനെ വെളിച്ചത്തിലേക്ക് നടത്തും എന്ന് വിശ്വസിച്ചവന്റെ പേരാണ് ജോസഫ്. He walked with the Lord even though he couldn't see all that God was doing. ദൈവം ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അവൻ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു എന്നാണ് പറയുന്നത്. And when his plans were changed, he accepted this and submitted his will to the will of God. Joseph allowed Christmas to change his plans. Joseph allowed Christmas to change his plans. തൻ്റെ പദ്ധതികളെ മാറ്റുന്നതിന് ക്രിസ്മസ് സംഭവത്തിലൂടെ സമ്മതം പറഞ്ഞവനാണ് യോസഫ്. അതുകൊണ്ട് ഈ ആമുഖ വാക്കുകളോടുകൂടെ ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വഴികൾ നമ്മുടെ പ്ലാനുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ ആയിരിക്കാം ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികൂല അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ പോകുന്നത്. ഈ അനുഭവത്തിലൂടെ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്ത, പിടികിട്ടാത്ത ആളുകളായിരിക്കും എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവം ചെയ്യുന്നതെല്ലാം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള വഴികൾ പൂർണ്ണതയുള്ളതാണെന്ന് വിശ്വസിച്ചാൽ നമുക്കും ജോസഫിനെ പോലെ ദൈവചരിത്രത്തിൽ പേര് നേടുവാൻ സാധിക്കും. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലെങ്കിലും ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ സമ്മതിച്ചാൽ നമ്മിലൂടെ ദൈവപുത്രന്റെ ജനനം നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 4 ചെറിയ ചിന്തകളാണ് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന്,
എ ബിട്രോത്തൽ ബ്രോക്കൺ, തകർന്നുപോയ ഒരു വിവാഹ നിശ്ചയം. എ ബിട്രോത്തൽ ബ്രോക്കൺ. The story begins with a statement by Matthew that tells us that Mary was betrothed to Joseph. Verse 18. 18ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? അവൾ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക ആയിരുന്നു എന്ന്. Betrothal was a mutual promise or contract for a future marriage. വിവാഹ നിശ്ചയം അന്യോന്യമുള്ള ഒരു ഉഭയസമ്മതവും ഭാവി ജീവിതത്തിനുള്ള ഒരു ഏർപ്പാടും ആയിരുന്നു. It was confirmed by oath and was accompanied with presents to the bride and often to the bride's parents. ആ കാലത്ത് പുരുഷൻ സ്ത്രീക്ക് സമ്മാനങ്ങൾ കൊടുത്താണ് വിവാഹം കഴിച്ചിരുന്നത്. പ്രത്യേകിച്ച് പുരുഷൻ സ്ത്രീയുടെ പിതാവിന് സമ്മാനങ്ങൾ, വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവ് അക്കാലത്ത് നിലനിന്നിരുന്നു. സുറിയാനി ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. The betrothal was celebrated by a feast. ഒരു വലിയ വിരുന്നോടുകൂടെയാണ് വിവാഹ നിശ്ചയങ്ങൾ നടക്കുന്നത്. In Hebrew custom, betrothal was actually part of the marriage process. A betrothal usually lasted 1 year, and during that time they were considered husband and wife. ഇന്നത്തെ പോലെയല്ല, അന്ന് വിവാഹ നിശ്ചയം ഒരു വർഷത്തേക്കാണ്, for 1 year. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് കരുതി അവർക്ക് സൗകര്യം പോലെ ജീവിക്കാൻ ഒക്കത്തില്ല. They were considered as husband and wife. വിവാഹ നിശ്ചയത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വർഷക്കാലം അവർ ജീവിക്കണം. At the end of the betrothal period, the husband, the bridegroom, would take the bride to live with him as his wife, and the marriage would be consummated. ഒരു വർഷം കഴിയുമ്പോൾ ഈ പുരുഷൻ വന്ന് തനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുപോയി അവർ ഒരുമിച്ച് ജീവിക്കും. So betrothal was more than an engagement. വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയത്തെക്കാൾ വിലയുള്ള, പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. It was as if the couple were already married. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു എന്ന പോലെ പ്രാധാന്യമുള്ള ഒരവസ്ഥയിലാണ് പുരുഷനും സ്ത്രീയും കഴിയുന്നത്. ഇവിടെയാണ് ഒരു വെള്ളിടി പോലെ ജോസഫിനോട് ദൂതൻ പറയുന്നത്, എന്ത്? നിന്റെ ഭാര്യ മറിയ, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതി ആയിരിക്കുന്നു. Before the marriage was consummated, Mary became pregnant. The NIV Bible says she was found to be with child. The Old Testament law stated that if a betrothed woman became pregnant, it was considered adultery. പഴയ നിയമ ന്യായപ്രമാണം പറയുന്നത് ഈ വിവാഹ നിശ്ചയ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഗർഭവതിയായി കണ്ടാൽ അവൾ പാപം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പരസംഗം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. We can imagine what must have went through Joseph's mind. The one who he was pledged to in marriage had broken her promise. താനുമായി വിവാഹബന്ധം നിശ്ചയിച്ചുറപ്പിച്ച പെൺകുട്ടി ആ തീരുമാനത്തെ ഇതാ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. The one who he was to have and to hold was beheld by another. താൻ ആരെ സ്വന്തമാക്കുവാൻ തീരുമാനിച്ചിരുന്നുവോ അവളിതാ മറ്റാരുടെയോ സ്വന്തമായി തീർന്നിരിക്കുന്നു.
the one who he was to share the rest of his days, had betrayed him. ഇനിയുള്ള കാലം ആർക്കു വേണ്ടി അവൻ സമർപ്പിച്ചിരുന്നോ അവൾ അവനെ ചതിച്ചിരിക്കുന്നു, ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ചിന്ത, എ ബിട്രോത്തൽ ബ്രോക്കൺ. തകർന്നു പോയ, തകർക്കപ്പെട്ട ഒരു വിവാഹ നിശ്ചയം. എന്തൊരു ഭയാനകമായ സാഹചര്യമാണ്. രണ്ട്, എ ചേഞ്ച് ഓഫ് പ്ലാൻസ്. മാറ്റിമറിക്കപ്പെട്ട, മാറിപ്പോയ പദ്ധതികൾ, തകിടം മറിഞ്ഞ പദ്ധതികൾ. എ ചേഞ്ച് ഓഫ് പ്ലാൻസ്. It was a devastating time for Joseph because all his plans had now been changed. His joy must have turned to tears of sorrow. His hope gave way to despair. His love had been despised. His heart had been crushed. അവൻ്റെ സ്നേഹം തള്ളപ്പെട്ടു, അവൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു, അവൻ്റെ സന്തോഷം സന്താപത്തിൻ്റെ കണ്ണുനീരായി ഒലിച്ചിറങ്ങി. We know Joseph must have experienced deep anguish because the Bible tells us that he had in mind to divorce her quietly. ജോസഫിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ വെളിവാക്കുന്ന ഒരു വാക്യമാണ് 19-ാമത്തെ വാക്യം. അവൻ അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. He had in mind to divorce her quietly. My dear friends, being human, you would think that he had to experience some anger towards Mary, and perhaps he did at first, but it subsided, for the Bible also tells us that he did not want to expose her to public disgrace. അവളെ ലോകാപവാദപ്പെടുത്തുവാൻ അവന് മനസ്സില്ലാത്തത് കൊണ്ട് ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നാണ് 19-ാമത്തെ വാക്യം. If he was angry, he didn't let it control him. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ കോപാകുലനായി തീർന്നു കാണാം, പക്ഷേ അവൻ എന്തനുവദിച്ചില്ല? അവൻ്റെ കോപം അവനെ നിയന്ത്രിക്കുവാൻ അവൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. He didn't let it control him. He didn't let it turn into revenge. Unfortunately, too many marriages end that way today in this world. നിർഭാഗ്യവശാൽ കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, തക്ക സമയത്ത് മിണ്ടാതെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് ധാരാളം കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു കൊച്ചു സഭയാണല്ലോ. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ടത് ഓർക്കുകയാണ്. ഒരു വർഷം 366-ലധികം വിവാഹമോചനങ്ങളാണ് നമ്മുടെ കൊച്ചു സഭയിൽ നടക്കുന്നത് ഒഫീഷ്യലി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മിനിമം 1, ഇപ്പോൾ അത് ഇരട്ടിയായി കാണും, ചിലപ്പോൾ 3 ഇരട്ടിയായി കാണും. എന്താ? They end in a fit of anger and with a deep root of bitterness that never seems to get resolved. കോപം മൂർച്ഛിച്ചിട്ട് പരിഹരിക്കാൻ കഴിയാത്തവണ്ണം ബന്ധങ്ങൾ നശിപ്പിച്ചു കളയുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. But listen, Joseph wouldn't stoop to that level of dealing with Mary. Why? എന്നാൽ ജോസഫ് ഈ ഒരു നിലവാരത്തിലേക്ക് താഴുന്നില്ല. എന്തുകൊണ്ട്? The answer is
found in what Matthew tells us about Joseph. അതിൻ്റെ ഉത്തരം ജോസഫ് ആരായിരുന്നു എന്ന് മത്തായി എന്ന സുവിശേഷകൻ നമ്മളോട് പറയുന്നുണ്ട്. He was a righteous man. Verse 19. അവൻ നീതിമാൻ ആയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. He was a just man. Joseph's heart was broken. His dreams were shattered. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. Because he was a just man. He was a righteous man. ഇന്ന് നീതിമാന്മാർ എന്ന് വിചാരിക്കുന്ന നമ്മൾ, ഒരു ദൈവിക ശുശ്രൂഷക്കാരനായിരിക്കുന്ന ഞാൻ, ദൈവവിശ്വാസികളായ നിങ്ങളിൽ ചിലരെങ്കിലും മദർ ഇൻ ലോസ്, ഫാദർ ഇൻ ലോസ്, ചിലരുടെയൊക്കെ ഇൻലോസ് എന്നെ കേൾക്കുന്നുണ്ടല്ലോ. സാധാരണയായി നമ്മുടെ മക്കളുടെ കുടുംബജീവിതത്തെ സ്വൈര്യമായി വിടാതെ അതിനെ ബാഡ് ടു വേഴ്സ് ആക്കുന്ന മാതാപിതാക്കളെ എനിക്ക് നല്ലതായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും പറയാറുണ്ട്, ആ സ്ത്രീ മര്യാദയ്ക്ക് അങ്ങ് പോയായിരുന്നെങ്കിൽ ആ പിള്ളേർ എങ്ങനെയെങ്കിലും ജീവിച്ചോണ്ടേ. I am speaking from my experience. അങ്ങേരെ കുറച്ച് മാന്യമായിട്ട് പോയായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ കുടുംബജീവിതം നേരെ പോയിന്. ആരാ ഈ പിള്ളേർ? സ്വന്തം മക്കളാണ്. പക്ഷെ അവർക്ക് സ്വൈര്യം കൊടുക്കാതെ കാര്യങ്ങൾ ബാഡ് ടു വേഴ്സ്, മോശത്തിൽ നിന്ന് അതിമോശത്തിലേക്ക് നയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജോസഫ് ഈസ് എ മോഡൽ ഫോർ യു. ഹിസ് പ്ലാൻസ് വെർ ടേൺഡ് അപ്സൈഡ് ഡൗൺ. ഹിസ് ഡ്രീംസ് വെർ ഷാറ്റേർഡ്. ഹിസ് ഹാർട്ട് വാസ് ബ്രോക്കൺ. എന്നിട്ടും അവൻ മാന്യത കൈവെടിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ വിശുദ്ധ കുർബാന ചൊല്ലുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് ഈ ഒരു നീതിബോധം ഉണ്ടാകുമോ? കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെടുന്ന ഒരു ലോകത്തിൽ നമുക്ക് ഇതിനെതിരെ നിൽക്കുവാനായിട്ട് സാധിക്കും. When our plans do get changed for whatever reason, God is there to pick up the pieces and to reroute us in a fresh and new direction. അതുകൊണ്ട് നമ്മുടെ പ്ലാനുകളൊക്കെ തകർന്നു പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറിപ്പോകരുത്. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. നീതിയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ ട്രാജഡീസിൽ we are not alone. Some of us have had tragedies come our way that we would never had imagined could happen, but they did. Our plans were changed by someone else. ഒരുപക്ഷെ നാം ഏറെ സ്നേഹിച്ച ഒരാൾ മൂലമായിരിക്കും നമ്മുടെ പ്ലാനുകൾ മാറിപ്പോകുന്നത്. It was out of our control. Our plans were changed. Some of us are right now in the midst of having our plans changed, and we are at a loss as to what to do. But remember, God is there when the plans change. പദ്ധതികൾ മാറിപ്പോകുമ്പോൾ ഒന്ന്, നീതിബോധം കൈവിടരുത്. രണ്ട്, ഓർക്കുക, പദ്ധതികൾ മാറുമ്പോൾ ആരുണ്ട് കൂടെ? ദൈവം കൂടെയുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സ്വാന്തന വചനമേകി എന്നുള്ളൊരു മനോഹരമായ പാട്ടുണ്ട്. When it seems as if all the doors are locked, look for a window.
എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ സൂക്ഷിച്ചു നോക്കുക, ഒരു ജനാലയ്ക്ക് വേണ്ടി നിശ്ചയമായും ദൈവം നമുക്കത് കാണിച്ചു തരും. ഗോഡ് ഈസ് ദെയർ വെൻ യുവർ പ്ലാൻസ് ചേഞ്ച്. 3, എങ്ങനെയാണ് ജോസഫ് ഈ സാഹചര്യങ്ങളെ നേരിട്ടത്? 2 കാര്യങ്ങൾ, 3ഉം 4ഉം. പോയിന്റ് നമ്പർ 3, he handled crisis with dignity. Joseph handled crisis with dignity. അവൻ പ്രതിസന്ധികളെ അന്തസ്സോടെ കൈകാര്യം ചെയ്തു. അവൻ പ്രതിസന്ധികളെ അന്തസ്സോടെ കൈകാര്യം ചെയ്തു. He handled crisis with dignity. Joseph faced the worst possible crisis a man could face before his wedding. ഒരു പുരുഷന് വിവാഹത്തിന് മുൻപ് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ജോസഫ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. He learned of Mary's pregnancy. It was probably the worst nightmare a man like him could ever face. ഒരു പുരുഷന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരന്ത കാഴ്ചയാണ് ഇപ്പോൾ ജോസഫ് കാണുന്നത്. Yet he handled it with a beautiful sense of dignity. Let me repeat. Yet he handled it with a beautiful sense of dignity. മനോഹരമായ ഒരു വഴിയിലൂടെ അന്തസ്സോടെ അവൻ അതിനെ കൈകാര്യം ചെയ്തു. Without reacting with bitterness or harshness, we find that Joseph made every effort to protect Mary's life. അവളോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം, അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതിന് പകരം, ഒളിഞ്ഞിരുന്ന് കത്തി ഇറക്കുന്നതിന് പകരം, അവളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള സകല പദ്ധതികളും ജോസഫ് പ്ലാൻ ചെയ്യുന്നതായി നമ്മൾ ഇവിടെ കാണുകയാണ്. He did not want to expose Mary to public shame. 19-ാം വാക്യം. അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചേ, it looked like the end of the road for his future plans and dreams with Mary. യോസഫിനെ സംബന്ധിച്ചിടത്തോളം മറിയയുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുകയാണ്. കാര്യം അവൾ മറ്റൊരാളാൽ ഗർഭവതിയായി തീർന്നിരിക്കുക. ഇനിയും ഒരു മുൻപോട്ടുള്ള പോക്ക് സാധ്യമല്ല. The Bible says he had in mind to divorce her quietly and her considered this as the final option. Verse 20. തനിക്ക് ഇങ്ങനെയൊരു പ്രയാസം ഉണ്ടായി, എന്നാൽ അവളെ പ്രയാസപ്പെടുത്തുന്നില്ല. വളരെ വളരെ ഭയങ്കരമായ ഒരു തീരുമാനമാണ്. It is very easy to preach and very difficult to practice. In this age of social media, it is so sad at times to see couples making public spectacles of themselves when facing such crisis situations. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗമോ ദുരുപയോഗമോ അമിത ഉപയോഗമോ നടക്കുന്ന ഒരു മീഡിയ എക്സ്പ്ലോഷന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എങ്ങനെയെങ്കിലും ഒരാളെ അപവാദപ്പെടുത്തുവാൻ, യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഉറപ്പുള്ള പോസ്റ്റിങ്ങുകൾ പോലും ഫോർവേഡ് ചെയ്യുവാൻ മടിക്കാത്ത മാർത്തോമാ ക്രിസ്ത്യാനികൾ, തങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ഒരാൾക്കോ തങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്കോ ഒരു വീഴ്ചയുണ്ടായാൽ അതിനെ ലോകം മുഴുവൻ അറിയിക്കാൻ ഞായറാഴ്ച രാവിലെ പോലും ഫോർവേഡ് അടിക്കുന്ന, ലൈക്ക് അടിക്കുന്ന വിശ്വാസികൾ ജോസഫിനെ കണ്ടു പഠിക്കേണ്ടതാണ്. മറ്റൊരാൾക്ക് ലോകാപവാദം വരുത്തുവാൻ നമുക്കെന്ത് അവകാശം? അവൻ പറയുകയാണ്, ഗൂഢമായി ആരും അറിയാതെ തനിക്ക് സംഭവിച്ചത് സഹിച്ചു, അവൾക്ക് ദോഷം വരാതെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. He handled crisis with dignity. How do we handle our crisis? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ടാണ് there is a saying, not the actions but the reactions speak. നമ്മൾ ആരാണെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ പ്രതിപ്രവർത്തനമാണ്, റിയാക്ഷൻസ്. My reactions to you reveal the real I am. So beware of our reactions. Beware of our responses. Let us too learn to handle crisis situation with dignity and with a quiet spirit like Jesus. നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളെ ശാന്തമായി അന്തസ്സോടെ കൈകാര്യം ചെയ്യാം. ആരെയും അപവാദപ്പെടുത്തുവാൻ എൻ്റെ വിരൽ ചലിക്കയില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടത് ജോസഫിനോടുള്ള നമ്മുടെ ഒരു ധർമ്മമാണ്. അവസാനമായി, he listened before he acted. Joseph listened before he acted. പ്രവർത്തിക്കുന്നതിന് മുൻപേ അവൻ ശ്രദ്ധിച്ചു. ആരെ ശ്രദ്ധിച്ചു? ദൈവത്തെ ശ്രദ്ധിച്ചു. According to verse 24, 24-ാം വാക്യം, the angel's message must have been pretty convincing, because when Joseph woke up, he didn't hesitate to take Mary as his wife. What brought about such a radical change of his plans? നിദ്രയിൽ നിന്നുണർന്ന ജോസഫ് മറിയെ ചേർത്തുകൊള്ളുവാൻ മടിച്ചില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജോസഫിന്റെ നിദ്ര ഉറക്കമല്ലായിരുന്നു എന്നും ദൈവവുമായുള്ള ഒരു സംഭാഷണമായിരുന്നു എന്നുമാണ് വേദപുസ്തകം പറയുന്നത്. കൂർക്കം വലിച്ച് ബോധമില്ലാത്ത ഉറക്കത്തെക്കുറിച്ചല്ല നിദ്ര എന്നിവിടെ പറയുന്നത്. It was a living conversation with God Almighty. അതുകൊണ്ടാ അതിൽ നിന്ന് ഉണർന്നപ്പോൾ അവൻ മറിയെ സ്വീകരിപ്പാൻ തയ്യാറായത്. The word of the Lord to Joseph changed his mind. God's word changes us if we will listen and then obey. God's word changes us if we will listen and then obey. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവവചനം നമ്മെയും വ്യത്യാസപ്പെടുത്തും. കേൾക്കുന്ന ഉടനെ ചാടി പുറപ്പെടാനായിട്ടല്ല, ശ്രദ്ധിച്ച് കേൾക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുന്നത് വലിയേക്കാൾ വിലയുള്ളതാണ്. Listening is greater than sacrifice. How many times do we make rash decisions and bad decisions because we have our mind already made up
and we are not open to God's word. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സുകൾ മെയ്ഡപ്പാണ്, നമ്മളങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. We are not open to God's word. ദൈവവചനത്തോട് തുറവി കുറവാണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഹാർഷായി, റാഷായി പോകുന്നത് എന്ന് മനസ്സിലാക്കണം. Joseph was about to get a divorce because he thought that would be best, but it actually wasn't. But he chose to accept God's direction and trust God even when he didn't have all the answers. അവന്റെ തലയിലൂടെ പൊക്കോണ്ടിരുന്ന, അവന്റെ ഹൃദയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവനില്ലായിരുന്നിട്ടും അവൻ എന്ത് തീരുമാനിച്ചു? ദൈവവചനം അനുസരിക്കുക. സമയം പോയല്ലോ, ഞാൻ അവസാനിപ്പിക്കട്ടെ. What situation are you in today that is in a state of flux? ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്? അതൊരു പ്രതിസന്ധിയിലാണോ? Maybe it's a career choice. ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണോ? Maybe it's because of losing your job. ജോലി നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണോ? Maybe it's a choice of whether you should get married or not. വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് വെച്ചാണോ? Maybe it's a choice to end a marriage or not. വിവാഹ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളത് വേണോ വേണ്ടായോ എന്നുള്ളതാണോ? I don't know. എനിക്കറിയത്തില്ല. What situation are you in that God has a word for you? That I know. ഏത് സാഹചര്യത്തിൽ, ഞാൻ ഈ പറഞ്ഞത് കൂടാതെയുള്ള ഏത് അനുഭവത്തിലാണെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിന് നിങ്ങളോട് പറയാനൊരു വാക്കുണ്ട്. ദൈവത്തിന് എന്നോട് പറയാനൊരു വാക്കുണ്ട്. God has a word for you this morning. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Before you strike out your own, make sure you have listened to God. Before you strike out something, make sure you have listened to God perfectly. ഏതെങ്കിലും ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വെട്ടിക്കളയുന്നതിന് മുൻപ്, തള്ളിക്കളയുന്നതിന് മുൻപ് ഉറപ്പുവരുത്തണം. എന്ത്? ഞാൻ ദൈവശബ്ദം കേട്ടു. His plan may not be always be the easiest, but it is the best. Praise the Lord. His plan may not be always be the easiest, but it is the best. ഈ ദിവസങ്ങളിലും അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കിടയായത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. അത് എളുപ്പവഴി ആയിരിക്കണമെന്നില്ല, പക്ഷേ അതെന്നും നല്ലതായിരിക്കും. God knows the best. God gives the best. Praise the Lord. ദൈവത്തിനെ അറിയത്തുള്ളൂ ഏതാണ് നല്ലത്. ദൈവശബ്ദം കേൾക്കാതെ ആരും ഒന്നും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയരുത്. ദൈവശബ്ദം കേൾക്കാതെ ആരും ഒന്നും വെട്ടിക്കളയരുത്, തള്ളിക്കളയരുത്. God has a word for you this morning. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങളോട് പറയാൻ ദൈവത്തിനൊരു വാക്കുണ്ട്. ശ്രദ്ധിക്കുമോ? If you listen, you will hear that still small voice. ശ്രദ്ധിച്ചാൽ ആ മൃദുസ്വരം ഞാനും നിങ്ങളും കേൾക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം. Dear friends, if your plans have been changed,
ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. ചില പ്ലാനുകൾ തകർന്നു പോയെന്ന് കരുതി ഒരിക്കലും ചിന്തിച്ചേക്കരുത് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ റോഡ്. വിത്ത് ദ ലോർഡ് ടുഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. Joseph allowed Christmas to change his plans. Joseph allowed Christmas to change his plans. What about you and me? തൻ്റെ ജീവിതത്തിൻ്റെ പ്ലാനുകളെ മാറ്റിമറിക്കുന്നതിന് ജോസഫ് ക്രിസ്മസിനെ അനുവദിച്ചു. ഒരു ക്രിസ്മസിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുകയാണ്. നമുക്കും നമ്മുടെ പ്ലാനുകൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, നിന്റെ ഹിതം എന്താകുന്നുവോ അതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കും. നിന്റെ ഹിതം പോലെ എന്നെ നിത്യ